പാമ്പു ഗോവിന്ദൻ്റെ കഥ. എങ്ങനെയാണ് ആ മനുഷ്യന് പാമ്പു ഗോവിന്ദൻ എന്ന പേര് വന്നത്? ഗോവിന്ദ ഗോവിന്ദ, ഇതാണ് സദാ ഉള്ള പല്ലവി. സന്തോഷത്തിലും സന്താപത്തിലും ഒരേ പല്ലവി തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഗോവിന്ദൻ എന്ന് ആയിക്കൂടുന്നില്ല. പാമ്പു ഗോവിന്ദൻ്റെ ഏറ്റവും വലിയ സിദ്ധി ഏത് വിഷമുള്ള പാമ്പുകളെയും പല്ലു പറിച്ച് കളയാതെ തന്നെ ആട്ടിക്കളിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നതാണ്. ഗോവിന്ദ ഗോവിന്ദ എന്ന് അദ്ദേഹം വിളിച്ചാൽ മാളങ്ങളിൽ നിന്ന് വിഷമുള്ള സർപ്പങ്ങൾ പുറത്തേക്ക് വരുമായിരുന്നു. പാമ്പുകളുടെ മാല അണിഞ്ഞുകൊണ്ട് നടക്കുന്ന പാമ്പു ഗോവിന്ദനെ കണ്ടാൽ കുട്ടികൾ പേടിച്ച് ഓടി ഒളിക്കുമായിരുന്നു. ചിലപ്പോൾ മലഞ്ചുട്ടിയാകും, ചിലപ്പോൾ നീർക്കോലി, ചിലപ്പോൾ ചേര, ചിലപ്പോൾ പലയിനം പത്തിയുള്ള പാമ്പുകൾ. ഇതെല്ലാം ഗോവിന്ദൻ ആഭരണങ്ങളായി ഉപയോഗിച്ച് നടക്കുന്നത് നമുക്ക് കാണാം. കേട്ടാൽ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നും കെട്ടുകഥയാണെന്നും പറഞ്ഞ് അനുഭവമില്ലാത്ത ഏതെങ്കിലും ഒരാൾ പുച്ഛിച്ചുകൂടുന്നില്ല. യുക്തിവാദികൾക്കും ഇത്തരം കാര്യങ്ങളുടെ പൊരുളറിയാൻ താല്പര്യമുണ്ടാകില്ല. പാമ്പുകളെ മാത്രമല്ല, ഈ ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളെയും ഒരുപോടെ സ്നേഹിച്ച സർവംഗ പരിത്യാഗിയായിരുന്നു പാമ്പു ഗോവിന്ദൻ. ധാരാളം സമ്പത്തും ധനശേഷിയും പ്രൗഢിയുമുള്ള ഒരു കുടുംബത്തിലെ ഗൃഹനാഥനും സ്വന്തം മേൽനോട്ടത്തിൽ നടന്നിരുന്ന ഒരു ലോവർ പ്രൈമറി സ്കൂളിലെ മാനേജരും അതിൻ്റെ ഹെഡ് മാസ്റ്ററും കൂടിയായിരുന്നു അയാൾ. പൂർവാശ്രമത്തിൽ പാമ്പു ഗോവിന്ദൻ. പാമ്പു ഗോവിന്ദൻ എന്ന പേരാൽ അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ കുന്നംകുളത്തുള്ള പോർക്കളം എന്ന സ്ഥലത്തെ ധന്യാഢ്യനും എല്ലാ നിലയിലും അംഗീകരിക്കപ്പെട്ട ഒരു മാന്യനുമായിരുന്നു. ഭാര്യയും ഒരു മകനും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരായി ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹത്തിന് വലിയൊരു അടിപറ്റി. സമസ്ത പ്രതാപങ്ങളും കുടികുത്തി നിന്നിരുന്ന കാലത്ത് തൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ അകാലികമായ മരണത്തിന് ഹേതുഭൂതൻ താനാണെന്ന ഏക കാരണത്താൽ കുറ്റബോധത്താൽ ജീവിതത്തെ ബഹിഷ്കരിച്ച ഒരാളായിരുന്നു പാമ്പു ഗോവിന്ദൻ. എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റമെന്നോ? ആ കുറ്റം ആ കാലത്തെ നിലയ്ക്ക് വലിയ നിസ്സാരമാണ്, തേച്ചു മാച്ച് കളയാവുന്ന ഒരു സംഗതി. പക്ഷേ സത്യസന്ധനും ധർമ്മതൽപരനും പാശ്ചാത്യവിവശനുമായ പാമ്പു ഗോവിന്ദൻ താൻ ചെയ്ത കുറ്റത്തിന് വലിയ പിഴയൊടുക്കി. അതായത് തൻ്റെ വില തന്നെ കൊടുക്കേണ്ടി വന്നു. നാട്ടുകാരും നിയമവും കോടതിയും ശിക്ഷിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ കോടതി ശിക്ഷ ഏൽക്കേണ്ടി വന്ന ഒരു അത്ഭുത കഥാപാത്രം. ആ കഥ ഏതാണ്ട് ഇങ്ങനെയാണ്. ഗോവിന്ദ മാസ്റ്റർ ക്ലാസ്സിൽ ചെന്നപ്പോൾ കണ്ടത് ആരോ പെൺകുട്ടികൾ ഇരുന്ന് പഠിക്കുന്നിടത്ത് നായ്ക്കുരുന്ന പൊടി വിതറിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. അത് ചെയ്യാൻ ധൈര്യപ്പെട്ട കുട്ടിയെ ഗോവിന്ദ മാസ്റ്റർക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ക്ലാസ്സിൽ പെൺകുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചിൽ നായ്ക്കുരുന്ന പൊടി വിതറിയിട്ടവൻ ആര്? ഒറ്റയ്ക്കോ കൂട്ടുകായോ? ശക്തനും അച്ചടക്കത്തിൻ്റെ അപ്പോസ്തലനുമായ ഗോവിന്ദ മാസ്റ്റർക്ക് ക്ലാസ്സിൽ അലർച്ച കേട്ടയുടനെ ഒരുവൻ തലകുനിച്ചു നിന്നിട്ട് പറഞ്ഞു, ഞാനാണ് സർ. പിന്നീടൊന്നും ആലോചിച്ചില്ല. അവനെ കൈയോടെ തൂക്കിയെടുത്തുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള പഴയ ഫയലുകളും പുസ്തകങ്ങളും ചപ്പ് ചവറുകളും പഴയ കലങ്ങളും കൂട്ടിയിട്ടുള്ള പഴയ ഓഫീസ് മുറിയിൽ കൊണ്ടുപോയി പൂട്ടി. മാസ്റ്റർ ക്ലാസ്സിൽ വന്ന് മുറയ്ക്ക് പാഠം തുടർന്നു. വൈകിട്ട് ഓർമ്മ വന്നപ്പോൾ മുറി തുറന്നു നോക്കി. അവിടെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ആ സാധു കുട്ടി കരിനീള താളം കൊണ്ടുപോലെ തളർന്നു കിടക്കുന്നു. മോനെ! അദ്ദേഹം ആ കുട്ടിയെ തൊട്ട് ഉണർത്തി വാത്സല്യത്തോടെ ഭീതിയോടെ വിളിച്ചു. ആ കുട്ടി മിണ്ടിയില്ല. അവൻ്റെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു പോയിരുന്നു. ഇനി അവൻ ഒരിക്കലും മാസ്റ്ററുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ആ കുട്ടി എങ്ങനെ മരിച്ചു? അയ്യോ, എൻ്റെ മകൻ, നീ മരിച്ചുപോയല്ലോ. ഇനി ഞാനെങ്ങനെ ജീവിച്ചിരിക്കുന്നു? നിന്നെ കടിച്ച ആ കാലൻ പാമ്പ് എന്തുകൊണ്ട് മകനെ എന്നെ കടിക്കുന്നില്ല? ഹെഡ് മാസ്റ്ററുടെ ദീനവിലാപം കേട്ട് മറ്റു അധ്യാപികമാരും ഓടിയെത്തി. അവിടെ മുഴുവൻ കുട്ടികളെ കൊണ്ട് നിറഞ്ഞു. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അവിടേക്ക് പ്രഹരിച്ചു. ഗോവിന്ദ മാസ്റ്റർ ഒന്നും ഒളിച്ചു വയ്ക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല. തുറന്നിട്ട പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. നാട്ടിനും നാട്ടുകാർക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ച ആ മനുഷ്യന് വലിയൊരു ആഘാതം നേരിട്ടിരിക്കുന്നു. താൻ മൂലം ഒരു കുട്ടി മരിച്ചു, അതും പഴയ കലങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ഒരു കരിമൂർഖൻ. ഗോവിന്ദ മാസ്റ്റർ ആ പാമ്പു ജീവിതത്തോടെ
ആ പാമ്പ് ജീവനോടെ പത്തി വിടർത്തി ചീറ്റി നിൽക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ഒടുങ്ങാത്ത പകയോടെ കലിയോടെ കണ്ണീരോടെ ആ പാമ്പിനെ കൈകളിലിട്ട് ഞെരിച്ചു കൊല്ലുവാനായി അതിനെ കൈകൊണ്ട് പിടിക്കാൻ അദ്ദേഹം ഇരുട്ടുമുറിയിലേക്ക് ഓടി നടന്നു. നാട്ടുകാരും വീട്ടുകാരും മരിച്ച കുട്ടിയുടെ രക്ഷകർത്താക്കളും ഉൾപ്പെടെ എല്ലാവരും കാലുപിടിച്ച് അപേക്ഷിച്ചിട്ടും കരിമൂർഖനെ കൈകൊണ്ട് പിടിക്കുക എന്ന സാഹസത്തിൽ നിന്ന് ഗോവിന്ദ മാസ്റ്റർ വിരമിച്ചില്ല. ക്രൂരനും ഭീകരനുമായ ആ പാമ്പും മാസ്റ്ററും തമ്മിൽ നല്ല യുദ്ധം തന്നെ നടന്നു. കാണികൾ ശ്വാസമടക്കാതെ ആ കാഴ്ച നോക്കി നിന്നു. ഒടുവിൽ ആ പാമ്പ് ഗോവിന്ദ മാസ്റ്ററുടെ കയ്യിൽ കിടന്ന് പ്രാണനായി ഇഴഞ്ഞു പുളഞ്ഞു കെഞ്ചി. പക്ഷെ അദ്ദേഹം അതിനെ ഞെരിച്ചു കൊന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ ചുവന്ന് കറുത്ത് കൊഴുത്ത് രക്തമൊഴുകി. ആ പാമ്പ് സിദ്ധി കൂടി. അദ്ദേഹം അതിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. മരിച്ചുപോയ കുട്ടിയുടെ മൃതദേഹം നോക്കി മാസ്റ്റർ തേങ്ങിക്കരഞ്ഞു. ആരൊക്കെയോ സമാധാനിപ്പിച്ചിട്ട് ആ തേങ്ങൽ അടങ്ങുന്നില്ല. ആ ദുഃഖം കണ്ണീരായി ഒഴുകുകയാണ്. കരഞ്ഞു കരഞ്ഞു കണ്ണുകൾ കലങ്ങി ചുവന്നു. കണ്ടടങ്ങാൻ വിയർത്തു. ഒടുവിൽ ഗത്യന്തരമില്ലാതായപ്പോൾ കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾ വന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ വീട്ടുപറമ്പിൽ സംസ്കരിച്ചു. അവർക്ക് തങ്ങൾക്കുണ്ടായ കുട്ടി മരിക്കാനിടയായ സാഹചര്യത്തിൽ യാതൊരു സംശയമില്ലെന്നും ആ കുട്ടിയുടെ യോഗം കൊണ്ട് അങ്ങനെ വന്നതാണെന്നും നേരിട്ട് വേണ്ടപ്പെട്ടവരെല്ലാം ചെന്നറിയിച്ചു. ഗോവിന്ദ മാസ്റ്റർ ഈ കാര്യത്തിൽ നിരപരാധിയാണെന്നും എല്ലാവരും ഏകകണ്ഠേന വിധിച്ചു. അദ്ദേഹം തുടർന്ന് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പദവി തുടരണമെന്നും അങ്ങനെ ആ നാട്ടിലെ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികൾക്ക് 4 അക്ഷരം പഠിക്കുവാൻ സൗകര്യമുണ്ടാക്കി തന്ന ഗോവിന്ദ മാസ്റ്റർ ഒരു കാരണവശാലും ദുഃഖിതരാകണമെന്നും ആശ്വസിപ്പിച്ചു അഭ്യർത്ഥന നടത്തി. അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല, അന്നു മുതൽ ദേശാടനത്തിലിറങ്ങി ഈ പ്രപഞ്ചമായുള്ള സർവ്വ മാനുഷിക ബന്ധങ്ങളും വേർപെടുത്തി ഭ്രാന്തനായി ഒരു തീർത്ഥാടകനായി ഭാരതത്തിലെ ഒട്ടുമിക്ക തീർത്ഥാടനങ്ങളും പുണ്യസ്ഥലങ്ങളും നഗരങ്ങളും താണ്ടിക്കൊണ്ട് നടന്നു. തെക്ക് കന്യാകുമാരി മുതൽ മാനസ സരോവരം വരെ, അവിടെ നിന്ന് തിബറ്റൻ അതിർത്തി മുതൽ പലപുരി കാശിയിലും ഹരിദ്വാറിലും ഗയയിലും ഗുരുവായൂരിലും തിരുപ്പതിയിലും മാറി മാറി സഞ്ചരിച്ചു, ഭജിച്ചു, കരഞ്ഞ് ആനന്ദ നർത്തനമായിക്കൊണ്ട് നടന്നു.